ഭാവിയിലെ തിരുവനന്തപുരം, നാളത്തെ തിരുവനന്തപുരം എന്തായിരിക്കണം എന്നതിനെപ്പറ്റി ഇന്നൊരു ചർച്ച നടക്കുകയാണ്. ഇത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വി വേണു, മുൻ ചീഫ് സെക്രട്ടറി എന്ന് മാത്രമല്ല കേരളത്തിലെ ഓരോ സ്ഥലത്തെയും പല മേഖലകളിലെയും വികസനത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തിയാണ്. ധാരണ മാത്രമല്ല, അങ്ങേയറ്റത്തെ താല്പര്യവുമുള്ള ഒരാളാണ്. ശ്രീ പ്രദീപ് ജയരാമൻ, അദ്ദേഹം അഡാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ CEO ആണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നമ്മുടെ ട്രിച്ചി സ്വദേശിയാണ്. അതുകൊണ്ട് അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഹിൽ ബി സ്പീക്കിംഗ് മോസ്റ്റ്ലി ഇൻ ഇംഗ്ലീഷ്. യു കംഫർട്ടബിൾ വിത്ത് ദാറ്റ്? യെസ്. എന്നോടൊപ്പം ഉള്ളത് ശ്രീ എസ് കൃഷ്ണകുമാർ. അദ്ദേഹം നികുഞ്ചം കൺസ്ട്രക്ഷൻ്റെ CMD ആണ്. എന്ന് മാത്രമല്ല ക്രെഡായുടെ ഭാരവാഹിയും കൂടിയാണ്. ഇപ്പോൾ നാളത്തെ തിരുവനന്തപുരം എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നലത്തെ തിരുവനന്തപുരത്തെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരും. ഞാൻ ശരിക്കും തിരുവനന്തപുരത്തുകാരനല്ല, പക്ഷേ 73-ൽ പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തുകാരനായ ഒരാളാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് തൊടുന്നത് എവിടെയാണ്? കഴക്കൂട്ടത്താണ്. അപ്പോൾ കഴക്കൂട്ടത്ത് ഞാൻ വരുന്ന സമയത്ത് കഴക്കൂട്ടത്ത് മട്ടുപ്പാവൽ ടെറസുള്ള 2 കടകളെ ഉണ്ടായിരുന്നുള്ളൂ. വെട്ട് റോഡ് എന്നൊരു സ്ഥലത്തുള്ള സൈനിക് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ ആ സ്ഥലത്തൊക്കെ രാത്രിയിലൊന്നും ആരും അങ്ങോട്ട് വരില്ല. അങ്ങനത്തെ ഒരു വളരെ വിജനമായൊരു സ്ഥലം, തികഞ്ഞ ഒരു കുഗ്രാമം പോലെ കൊണ്ടുവന്ന സ്ഥലമായിരുന്നു. ഇന്ന് കഴക്കൂട്ടം എവിടെ നിൽക്കുന്നു നമുക്കറിയാം. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു മാറ്റം. അന്ന് പറയുമായിരുന്നു തിരുവനന്തപുരം ഞങ്ങൾക്ക് 18 കിലോമീറ്റർ ദൂരെയാണെന്ന് പറയുമായിരുന്നു. ഇന്ന് 13 കിലോമീറ്റർ അടുത്താണെന്ന് ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തിരുവനന്തപുരം മാറിയെന്ന് പറയുമ്പോൾ തന്നെയാണ് ഞാൻ ചെന്നുപെട്ട മറ്റൊരു നഗരം ബോംബെ ആയിരുന്നു. 4 വർഷം അവിടെ കഴിഞ്ഞു. ബോംബെയിൽ സയോൺ എന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ മറാഠി പേര് ശീവ് എന്നാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്താണ് ഈ ശീവ്? അവർ പറഞ്ഞ അതിർത്തി എന്നാണ് അർത്ഥം. ഒരു കാലത്ത് സൗത്ത് ബോംബെയുടെ അതിർത്തിയായിരുന്നു ഈ സയോൺ എന്ന് പറയുന്ന ശീവ്. പിന്നീട് ഈ സയോണിനപ്പുറത്തുള്ള അന്ധേരിയായി, ബോറിവല്ലിയായി, വിരാറായി. ഇന്ന് പൂനെയിൽ നിന്ന് വരെ ആളുകൾ പോയി വരുന്നുണ്ട്. ബോംബെയിൽ ജോലിക്ക് പോയിട്ട് വരുന്നു. നമ്മളിവിടെ നിന്ന് ബംബായിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്ന അതേ ലാഘവത്തോടു കൂടി പോയി വരുന്നു. അതിനുള്ള സൗകര്യം അവിടെയുണ്ട്. ആ നഗരം ഒരുപാട് വളർന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും, നമ്മുടെ മനസ്സിപ്പോഴും വട്ടപ്പാറയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരു സ്ഥിതിയിലാണ്. ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്ത് ഒരു പോർട്ട് വരുന്നതും നമ്മുടെ വികസന സങ്കല്പങ്ങൾ മാറി വരുന്നതും. ഇപ്പോൾ ഈയടുത്ത് വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ യോഗത്തിൽ സ്വിറ്റ്സർലൻഡിലെ ഡാവോസിൽ ചെന്നിട്ട് നമ്മുടെ മന്ത്രിമാരൊക്കെ അവതരിപ്പിച്ചത് കേരളത്തിൻ്റെ വികസനം, തിരുവനന്തപുരം എന്നല്ല, കേരളത്തിൻ്റെ വികസനം, അതിൻ്റെ ഒരു വരാനിരിക്കുന്ന കാലത്തിൻ്റെ ചിത്രമായി അവതരിപ്പിച്ചത് വിഴിഞ്ഞത്തെയും ഇവിടുത്തെ IT മേഖലയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ I think I'll start asking Shri Pradeep Jayaraman about what changes Vizhinjam is going to bring to Trivandrum's development in the coming years. Thank you. I'll keep it short and maybe in case if it is needed in the future. Right. So, if you see any of the large cities that is developed in the world today, whether it be Singapore, Hong Kong, Rotterdam, Los Angeles, New York, London, they were all trade bases actually. So where trade happens, economic development happens, and that brings in prosperity, and that enables a larger cultural change and economic change that happens, right? India never had a super port until recently, and even I would say that, even till today. I always give this example that India did about 22 million, or that is 22 million into 1 million is 10 lakhs. Export-import containers, and Shanghai port did more than 50 million. One port is more than double of what the entire India did, and there are a lot of ports in China that does 30, 35, 39 million. So there is huge potential. And geographically also speaking, none of India's east coast is deep enough to handle large ships that is brought in by the technological change, right? So India desperately needed something which is a deep water port that can handle its cargo. And the answer is Vizhinjam, right? So what does this mean to India? So everybody that exports from east coast of India, right from Calcutta even to Bangladesh, till Chennai, they cannot send the cargo to the market to Europe and US directly. They have to either route it through Colombo, or on the opposite side, it goes to Malaysia or Singapore, and then from there it goes. So what does that mean? That it actually adds about 2 to 3 weeks additional time
and about $200 to $500 per container extra, making our exporters very uncompetitive in the global market, right? Vizhinjam is here to change already all of it. You can already see that cargo right from Bangladesh is now already getting routed through. And the best part is it splits India into the half. It serves both the East Coast as well as the West Coast. So long story short, I'm just saying that this single port coming into existence is going to change the competitiveness of the country and its exporters. I know that is kind of what we are looking at this point. I think Vizhinjam has certain specialities. For one, it's perhaps the only port where you have an international airport within a few kilometers. True. So this is multiple advantages, right? So one is your ability to do air sea cargo. There are only very few places in the world that happens like Dubai, where people bring cargo by ship and then some of those parts gets moved to air cargo and then go. The second thing is the crew change, which happens very regularly in the ship, because ship continuously sails and people are there for 2-3 months and then they get exchanged. There is no other place, you take even in India, let it be Navi Mumbai until the Navi Mumbai airport comes, like Mundra or even Chennai. The ports are at least few hours away from the nearest airport. A good hotel also is few hours away from the nearest airport. So there is cargo movement, there is people movement, and other related stuff that brings in here. The other important point is that what we need to understand is, if you are from logistics, if you understand a bit of logistics, the logistics centers, fulfillment centers, are either at the closer to where the production is, or closer to where the sales are, the movement that happens. And that also means that we are very nicely positioned here to consolidate all our exports and logistics movements, both in and out, raw materials coming in and actually the finished goods going out. So people advantage, depth of advantage, location advantage, fantastic skilled labor. So you name it and we have it. You had recently said in one of the meetings that Vizhinjam being a logistics, maritime logistics hub, is one of those aspirational goals that you have. And how much do you think Vizhinjam can actually bring that to reality? I'll give you with facts. So last year around this time is when I moved to Trivandrum. There was no hope that we will bring the first ship. And they were saying that maybe we will be able to berth the ship around November, December. I should also thank sir that from the government side, he did a lot of, help from that perspective. But our sales guys were not willing to take target. So, I can just tell you that we were looking around 50,000-60,000 containers to handle. But this month we will cross about 350,000 or 3.5 lakhs, right? So not only just ship happened, we have crossed 150 ships, we crossed 3 lakhs. And next year we are looking at full capacity of 1 million. Just keep that in mind. The moment we hit that 1 million mark here, this is going to be the largest port in South India. So from did not exist 2 years back or a year back to being the largest container port in South India is not far away. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇദ്ദേഹം ഇവിടെ ഈസ് ബേസിക്കലി എ ടെക്നോക്രാറ്റ് ഓൾസോ. ഹി ഹസ് ബീൻ ഇൻ ടെക്നോളജി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമുക്കിവിടെ ഒരു ഹ്യൂമൻ ഫ്രീ യാർഡ് എന്നൊക്കെ പറയുന്ന ഒരു സംവിധാനം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ചിലർ അതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് വെച്ചാൽ ഈ പറഞ്ഞ കാർഗോ ഇതിൻ്റെ മൂവ്മെൻറ്റൊക്കെ ഷിപ്പിൻ്റെ ബർത്തിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോ ഗെയിം കളിക്കും പോലെ അത്ര ലളിതമായി നടത്തിക്കൊണ്ട് പോകുന്ന അത്ര രീതിയിൽ സാങ്കേതികമായി വളരെ മുന്നിലാണ് ഈ വിഴിഞ്ഞം പോർട്ട് എന്നൊരു ഒരു നേട്ടം പൊതുവെ എടുത്ത് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ദുബായ് ആണെങ്കിലും സിംഗപ്പൂരിനാണെങ്കിലും കൊളംബോയ്ക്ക് ഒന്നും സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ ഇത്തരം കാര്യങ്ങൾ സാധിച്ചത് കുറച്ച് വൈകിയത് കൊണ്ടുകൂടി ആയിരിക്കാം എന്ന് പലരും പറയുന്നുണ്ട്. വൈകുന്നതിന് അതിൻ്റേതായ ഒരു ഗുണമുണ്ടെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ പറയുന്നത്. ഇനി എനിക്കിതിൽ ഇവിടെ ഈ പറയുമ്പോൾ ഇദ്ദേഹം ആസ്പിറേഷണൽ ഗോളായിട്ട് പറയുന്നു. എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ, അദ്ദേഹം ഈ വിഴിഞ്ഞത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് തിരുവനന്തപുരത്ത്
തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖം നാളെ മാറ്റിയെടുക്കാൻ വിഴിഞ്ഞത്തിന് എങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് പറയുമ്പോൾ അദ്ദേഹം ഒരു ആസ്പിറേഷണൽ ട്രിവാൻഡ്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹം വന്നിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് തോന്നും ഈ ബിൽഡേഴ്സിൻ്റെ ഒരു കാര്യം പറയാനാണെന്നാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ അത്തരം കാര്യങ്ങളല്ല പറയാൻ താല്പര്യം. ഇദ്ദേഹത്തിന് ഒരു ആസ്പിറേഷണൽ ട്രിവാൻഡ്രം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്തെ ഈ പോർട്ടിൻ്റെ വരവോടുകൂടി തിരുവനന്തപുരം ഏത് രീതിയിലും മാറും എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒന്ന് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതും എല്ലാം ട്രിവാൻഡ്രത്താണ്. ഒരു 60 വർഷങ്ങൾ മുമ്പെയാണ്. I am an aspirational Trivandramite. Maybe 95% aspirational Trivandramite, ഒരു 5% frustrated Trivandramite. നിങ്ങൾ പലരും ആ ഒരേ ഒരു ഡിഗ്രിയിലുള്ളവരെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് പറയാൻ പോകുന്നത്. കാരണം എനിക്ക് നാളത്തെ കേരളം എന്ന് പറയുമ്പോൾ ഇന്നലത്തെ കേരളവും ഇന്നത്തെ കേരളവും പറയാം, നാളത്തെ കേരളം പറഞ്ഞതിൽ വലിയ അഭിമാനം ഉണ്ടോയെന്ന് തോന്നുന്നില്ല. ഇന്നലത്തെ കേരളം നമ്മൾ 1000 വർഷം പുറകോട്ട് പോകണ്ട. നമുക്ക് ഈ ചേരനും വേണാടും ഒക്കെ പറയുന്നതിന് പകരം എനിക്ക് ഏറ്റവും പറയാൻ താല്പര്യമുള്ളത് 1741 ഡച്ച് വാസ് ദ മോസ്റ്റ് പവർഫുൾ മാരിടൈം പവർ ഇൻ ദ വേൾഡ്. അപ്പം 1741 ബാറ്റിൽ ഓഫ് കൊളച്ചൽ, അത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. മാർത്താണ്ഡവർമ്മ ഡച്ചിനെ ഡിഫീറ്റ് ചെയ്തു. അതിൻ്റെ കമാൻഡർ രജിസ്ട്രേഷൻ ഡെലനോ എല്ലാവർക്കും അറിയാം. ഇവിടെ റിപ്രസെൻ്ററായിട്ട് കൊണ്ടുവന്നു. പിന്നെ ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. അപ്പോൾ ഇത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കാര്യമായിട്ട് പറഞ്ഞിരുന്നില്ല. അതിൻ്റെ ലാർജർ ഇംപ്ലിക്കേഷൻ പറയാണ് ഞാൻ വരുന്നത്. അത് ഇറ്റ് വിൽ മേക്ക് എവറി ട്രിവാൻഡ്രമൈറ്റ് പ്രൗഡ്. എന്തെന്ന് വെച്ചാൽ ഡച്ച് ഫോഴ്സസിനെ, ഡച്ച് അന്ന് ഇന്തോനേഷ്യയിലുള്ള ബേസ് ആയിരുന്നു. ദേ വർ ദ മോസ്റ്റ് പവർഫുൾ മാരിടൈം പവർ ഇൻ ദ വേൾഡ്. അതിനുശേഷം വളരെ കാലത്തിന് ശേഷമേ ഉള്ളൂ ബ്രിട്ടീഷ് പിന്നെ ഒരു മാരിടൈം പവറായി വന്നതും, ബിഗ് മാരിടൈം പവറായി വന്നതും അതിന് ശേഷമാണ്. അപ്പോൾ അന്ന് പിന്നെ മാർത്താണ്ഡവർമ്മ ജയിക്കുകയും ഈ ഡച്ച്, ദാറ്റ് വാസ് എ ബിഗിനിങ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ദ വേൾഡ്. അതിനുശേഷം പല വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടൻ വന്നു. അപ്പോൾ ഇന്ന് ആ സംഭവം ട്രാവൻകൂർ ഹിസ്റ്ററി അല്ല, ഇന്ത്യൻ ഹിസ്റ്ററി അല്ല, വേൾഡ് ഹിസ്റ്ററിയിൽ സ്ഥാനം പിടിക്കേണ്ട ഒരു ഇവൻ്റ് ഹാസ് നോട്ട് ബീൻ ടോട്ട് ടു മെനി ഓഫ് അസ്. ഒരു പാസിംഗ് റിമാർക്കായിട്ട് കുളച്ചൊരു പറഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ. ബട്ട് ഫോർ ദാറ്റ് ഫാക്ട്, ഇൻസ്റ്റെഡ് ഓഫ് ഇംഗ്ലീഷ് വിൽ ഓൾ ബി സ്പീക്കിംഗ് ഡച്ച്. ഓക്കെ, അവിടെ തൊട്ട് കേരളം വന്നുകൊണ്ടിരിക്കുമ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലം കഴിയുന്നു. പിന്നെ നമ്മൾ തിരുവിതാംകൂർ ഭരണത്തിൽ വരുമ്പം 1800s പിന്നെ ട്രിവാൻഡ്രത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടാവുന്നു, ട്രിവാൻഡ്രം ഒബ്സർവേറ്ററി ഉണ്ടാവുന്നു. 1937 ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാവുന്നു, യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഉണ്ടാവുന്നു, 51 മെഡിക്കൽ കോളേജ് ഉണ്ടാവുന്നു. ഞാൻ 80 ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇതൊക്കെ തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയാണ്. 1940 സർ CP രാമസ്വാമി അയ്യറാണ് ആദ്യം വിഴിഞ്ഞം പോർട്ടിൻ്റെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ആ ലാർജ് പ്രോമിസ് അറിയുന്നത്. അന്ന് തൊട്ട് 2014-2015 വരെ വിഴിഞ്ഞം എന്ന് നമ്മൾ തിരുവനന്തപുരത്തുകാർ പറഞ്ഞുകൊണ്ടിരുന്നു. പല മീറ്റിങ്ങുകളിലും പല ഡിസ്കോഴ്സസിലും സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിലും ഒരു 2014-2015 ആയപ്പോഴും വിഴിഞ്ഞം ഒരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ മറക്കാൻ നോക്കുന്ന കാര്യമല്ല. വി ആർ ഓൾ പ്രൗഡ് ട്രിവാൻഡ്രമൈറ്റ്സ് മോർ ദാൻ എനിത്തിങ് എൽസ്. നാളത്തെ തിരുവനന്തപുരമാണ് നമ്മൾ അല്ല, ഇനി ഇന്നത്തെ ട്രിവാൻഡ്രം പിന്നെ പറയണം. ഈ ട്രിവാൻഡ്രത്ത് ഞാൻ ഒരു ആസ്പിറേഷണൽ ട്രിവാൻഡ്രമായിട്ട് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഐ തിങ്ക് ദിസ് ട്രിവാൻഡ്രം ഇസ്, I wouldn't say it's a health capital of the world, but this is definitely a healthcare destination. Trivandrum is a healthcare destination. Then 1990, IT park വരുന്നു, the first IT park in Asia. പിന്നെ ഞാൻ റിയൽ എസ്റ്റേറ്റ് തൊട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് 1999 കേരള ഗവൺമെൻറ് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് അമെൻഡ് ചെയ്ത് ദാറ്റ് ഓപ്പൺ ദ ഫ്ലഡ് ഗേറ്റ്സ് ഓഫ് കമേഴ്സ്യൽ ആൻഡ് റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഇൻ കേരള. അതിനുശേഷമാണ് ഈ കാണുന്ന മൾട്ടി സ്റ്റോറി പിന്നെ അപ്പാർട്ട്മെൻറ്റ്സും കമേഴ്സ്യൽ കോംപ്ലക്സും സ്കൂൾസും കോളേജസും എല്ലാം 1999 ശേഷമാണ് കേരളത്തിൽ വന്നതും. അതിൽ ട്രിവാൻഡ്രത്തിനും മഹത്തായ ഒരു പ്ലേസുണ്ട്. ട്രിവാൻഡ്രം കൊച്ചിനുമാണ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തത്.
കഴിഞ്ഞ ഒരു വർഷത്തെ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മുടെ റെറ ചെയർമാൻ പറഞ്ഞ പോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപ്പാർട്ട്മെൻറ്റ് വിറ്റേക്കുന്ന ട്രിവാൻഡ്രത്താണ്. കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും കൂടുതൽ കാറുകൾ വിറ്റേക്കുന്ന തിരുവനന്തപുരത്താണ്. പക്ഷേ ആ പ്രോഗ്രസ്സിന് ദർ ഇസ് എ കോസ്റ്റ് Trivandrumites have to pay. And if it is okay, what is the cost? പിന്നെ ഡെവലപ്മെൻറ്റ്സ് വരുമ്പം പോപ്പുലേഷൻ കൂടുന്നു, ഇൻഫ്രാസ്ട്രക്ചർ, we didn't have the infrastructure. Maybe for various reasons, infrastructure was not planned properly. അപ്പോൾ ഇന്നിപ്പം whether it is solid waste or liquid waste or drinking water, ഇതിനെല്ലാം ട്രിവാൻഡ്രത്ത് ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് വരുമെന്ന് ഗവൺമെൻറ് ഒരിക്കലും പ്ലാൻ ചെയ്തിരുന്നില്ല. അത് ഇന്ന് എന്തോ വേണം ആസ് എ Trivandrumite, how best this can be regulated so that Trivandrum progresses. Now, അതിനകത്ത് I would suggest, the way things are, the widening of roads is not a solution. I have seen families, communities suffer if I widen ചെയ്യുമ്പോൾ. City roads in the metro is not the solution. The way I say it, city roads in metro is not the solution. What is the best solution? What is the best solution? I would say public transport. We should all be ready to take the cost of development. Like, another point what most people say is, if you want to develop a city, you need money. The sort of money that is required for developing infrastructure. What the world has shown is, see, if you look at Japan, 1962 Japan development തുടങ്ങി. After the war, after the Allied forces പോയിട്ട് 52, 64 they had the Tokyo Olympics. 64 the first bullet train came. അപ്പം if you look at history across the world, I think I am proud to say that in the next 10 years there is no limit to the growth of Trivandrum. Like when Vizhinjam has come, one of our major, നമ്മുടെ എന്തുവാണ് ഇന്ന് ട്രിവാൻഡ്രത്ത് കേരളത്തിലുള്ളവരുടെ ഏറ്റവും മേജർ ഒരു പ്രോബ്ലം ഈസ് ലേബർ ലോസ് ആണ്. Okay, our labor laws is not actually moving with the times. So one of my suggestion for Vizhinjam to develop what you call in a massive ways to make a special economic zone. And for a city with a what you call an infrastructure that is going to break at the seams, and you go for a public transport system, again you need a special economic zone where we'll come to that, but okay, these are my initial thoughts. Thank you. ഇതിനകത്ത് ഇപ്പോൾ വിഴിഞ്ഞം കൊണ്ടുവരുന്ന വികസനത്തെക്കുറിച്ച് നമുക്ക് പൊതുവിലൊരു ധാരണയുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞതിനകത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നഗരം വലുതാകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ വേസ്റ്റ് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ട ഒരു കാര്യമാണ്. അത് ഇനി ഭാവിയിൽ എന്താവുന്നതിനെ പറ്റി നമുക്ക് അത് തന്നെ വേറൊരു ചർച്ചയ്ക്കുള്ളൊരു വിഷയമാണ്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് ഈ ഔട്ടർ ഗ്രോത്ത് കോറിഡർ വിഴിഞ്ഞം വരുമ്പോഴത്തേക്ക്, വിഴിഞ്ഞം പോർട്ട് ഫുള്ളി ഓപ്പറേഷണലായി രണ്ടാം ഘട്ടവും കഴിയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്ത് ഉണ്ടാകാവുന്ന ഒരു വികസനമുണ്ട്. ഔട്ടർ ഗ്രോത്ത് കോറിഡോർ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. അതൊരു ബിൽഡേഴ്സ് പേഴ്സ്പെക്റ്റീവിൽ മാത്രമല്ല, ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ച് ഉണ്ടായിരുന്നൊരു വീക്ഷണം എന്താണെന്ന് ഒരു പക്ഷേ ഡോക്ടർ വേണുവിന് വ്യക്തമായിട്ട് പറയാനൊക്കാം. വേണം ഇതിനകത്ത് ഒരുപാട് കാലം ഇടപെട്ടിട്ടുള്ള ആളും ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചുള്ള എത്രയോ കാലത്തെ തടസ്സങ്ങളൊക്കെ നേരിട്ട് കണ്ട ഒരാളുമാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞാൽ പോരെ. നമസ്കാരം. ഈ വിഴിഞ്ഞം ഡീപ് സീ പോർട്ടിൻ്റെ ഒരു ക്രിട്ടിക്കലായ ഘട്ടത്തിൽ പ്രദീപിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിൻ്റെയും കൂടെ ഇതിൻ്റെ പ്രശ്നങ്ങൾ നേരിടാൻ ഒരവസരം ലഭിച്ച ഒരാളെന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഞാൻ. കാരണം ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിടത്ത് നമ്മളൊന്ന് ആരംഭിച്ചു. 30 കൊല്ലം കൊണ്ട് തീരുമെന്ന് വിചാരിച്ച കാര്യങ്ങൾ 5 വർഷം കൊണ്ട് തീർന്നു. നേരത്തെ പറഞ്ഞതുപോലെ 10-20 വർഷത്തിന് ശേഷം വരേണ്ട വോള്യം 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും വേഗതയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെയും സർക്കാരിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇതാണ്. പലരും മനസ്സിലാക്കാത്തൊരു കാര്യം, ഇപ്പോൾ ഐ എം ഷുവർ യു വിൽ എഗ്രി വിത്ത് മീ, ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പോർട്ട് ഇസ് യുവർ മണി, അവർ മണി. നമ്മളത് മറക്കരുത്. പബ്ലിക് മണി കൊണ്ടാണ്, ഇല്ലാത്ത പണമാണ് നമ്മൾ കണ്ടുപിടിച്ച് ഈ അദാനിയുടെ ഈ വിഴിഞ്ഞം പോർട്ട് റിയാലിറ്റി ആക്കാൻ വേണ്ടി മുടക്കിയത്. അതിൻ്റെ റിട്ടേൺസ് നമുക്ക് കിട്ടേണ്ടത് പിന്നീടാണ്.
അങ്ങനെയുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാർ മുടക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇത്ര വേഗതയിൽ ഈ പോർട്ട് നന്നായത്. അപ്പോൾ അതൊരു ഞാനിത് പറയാൻ കാരണം സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് എത്ര എന്നുള്ളത്, ഈ ഗവൺമെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എത്ര എന്നുള്ളതൊന്ന് സൂചിപ്പിച്ച് പോവുകയാണ്. കാരണം വലിയൊരു പദ്ധതിയുടെ ഇനീഷ്യൽ ഫ്രണ്ട് ലോഡ് ചെയ്തിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ പണം ആദ്യം മുടക്കേണ്ടി വന്നു നമുക്ക്. പക്ഷേ അതുകൊണ്ട് എന്തുണ്ടായി? ഈ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ടെലിസ്കോപ്പ് ചെയ്യാൻ സാധിച്ചു നമ്മുടെ ടാർഗറ്റ്സൊക്കെ. ഇത് ഞാൻ പറയാൻ കാരണം നാളത്തെ തിരുവനന്തപുരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഴിഞ്ഞത്തിന് എത്ര സെൻട്രലായ ഒരു റോളാണുള്ളതെന്നുള്ളതിൻ്റെയാണ്. അത് അദ്ദേഹം അതിൻ്റെ ഒരു സൂചന തന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു നമ്മൾ നാളത്തെ തിരുവനന്തപുരം എങ്ങനെയുണ്ടാവും എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുക തിരുവനന്തപുരം പട്ടണത്തിൻ്റെ, തിരുവനന്തപുരം നഗരത്തിൻ്റെ ലിമിറ്റുകൾ എവിടെയാണ് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഇന്ന് കൊല്ലം ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരം എന്ന മെട്രോപോളിസിൻ്റെ ഒരു സാറ്റലൈറ്റ് സിറ്റിയാണ്. നമ്മളിന്നത് കാണുന്നേ ഇല്ല. കാരണം നമ്മുടെ മുന്നിലാകപ്പാട് നമ്മുടെ ഓർമ്മയിലുള്ളത് 2 മണിക്കൂർ പിടിക്കുന്ന ഒരു ദൂരമാണ്. പക്ഷേ അതൊരു അരമണിക്കൂറായാലോ 40 മിനിറ്റ് ആയാലോ 3/4 മണിക്കൂറായാലോ എന്ത് വരുന്നു? ആ കൊല്ലം ജില്ലയുടെ പ്രദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹിൻറ്റർലാൻഡാണ്. അപ്പോൾ ഇതൊരു തിരുവനന്തപുരമല്ല നമ്മൾ പറയുന്നത്. തിരുവനന്തപുരം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ പ്രദേശമല്ല, മറിച്ച് ഒരു വലിയ മെട്രോപൊളിറ്റൻ റീജിയൻ്റെ പേരാണ് തിരുവനന്തപുരം. കോട്ടയ്ക്കകമല്ല, അമ്പലമല്ല, ഈ ചെറിയ സ്ഥലമല്ല, കഴക്കൂട്ടമല്ല. നമ്മൾ കാണേണ്ട തിരുവനന്തപുരം എന്ന് പറയുന്നത് കൊല്ലം ജില്ല വരെ പരന്നു കിടക്കുന്ന ഒരു വലിയ മെട്രോപോളിസാണ്. ആ ജില്ലകൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ താമസിക്കുകയും കമ്മ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു നാളത്തെ തിരുവനന്തപുരം ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ വ്യവസായ വളർച്ചയാകട്ടെ മറ്റുള്ള തരത്തിലുള്ള വികസനങ്ങളാകട്ടെ അത് നമ്മൾ ഈ ഇട്ടാവട്ടത്തല്ല ചിന്തിക്കേണ്ടത്. അവിടെയാണ് ഈ ഔട്ടർ റിംഗ് റോഡ് നമുക്ക് തരുന്ന സൂചനകൾ. കാരണം ഈ ഔട്ടർ ഗ്രോത്ത് കോറിഡോർ നമ്മളതിനെ വിളിക്കുന്നത് തന്നെ ഒരു റോഡ് മാത്രമല്ല, അതൊരു വികസന ഇതാണ്, ഇടനാഴിയാണ്. 80 കിലോമീറ്ററാണ് പുതിയ റോഡ് വരുന്നത്. നമുക്കറിയാം ഇവിടെ സാധാരണ ഈ സെൻട്രൽ തിരുവനന്തപുരം ഈ ഭാഗത്തൊക്കെ ജീവിക്കുന്നവർക്കറിയാം 2-3 കിലോമീറ്ററിൻ്റെ തന്നെ വികസനം എന്തൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ 80 കിലോമീറ്ററുള്ള ഒരു ഗ്രീൻഫീൽഡ് റോഡ് നാളത്തെ തിരുവനന്തപുരത്തിൻ്റെ സ്പൈനായി മാറാൻ പോവാണ്. അതാവും അടുത്ത വികസനം മുഴുവൻ വരാൻ പോകുന്ന നോഡാണത്. നാളത്തെ തിരുവനന്തപുരത്തിൽ ഇപ്പോൾ ഇന്നത്തെ കഴക്കൂട്ടത്തിൻ്റെ ആ ഭാഗത്ത് കഴക്കൂട്ടം അല്ലെങ്കിൽ ടെക്നോ പാർക്കിൻ്റെ ചുറ്റുമുള്ള നമ്മളൊരു പുതിയ തിരുവനന്തപുരത്തിൻ്റെ ഒരു ചിത്രമുണ്ട്. ആ ചിത്രം നിങ്ങൾ ഏറ്റവും പുതിയ തിരുവനന്തപുരം കാണാൻ പോകുന്നത് ഈ ഔട്ടർ ഗ്രോത്ത് കോറിഡോറിലാണ്. ഇതിലൊരു സംശയം ചോദിച്ചു. നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്തെ വേണ്ടത്ര ബ്രാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? വിഴിഞ്ഞം പോർട്ട്, അത് വിഴിഞ്ഞം പോർട്ട്, ടെക്നോ പാർക്ക് കാര്യവട്ടം, ഗ്രീൻഫീൽഡ് കാര്യവട്ടം, ഈ തിരുവനന്തപുരത്തിൻ്റെ അതേ ഒന്നുമില്ല എന്നൊരു തോന്നൽ വരും. ശരിക്കും തിരുവനന്തപുരത്തിൻ്റെ ഒരു ലാർജർ ലെവലിൽ ബ്രാൻഡ് ചെയ്യേണ്ട, ഒരു അന്താരാഷ്ട്ര തലത്തിൽ ബ്രാൻഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് പോയെന്നുള്ളത്, അതിൻ്റെ ഒരു പണി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സംശയമില്ല, അതും ഒരു ട്രാൻസിഷൻ്റെ പ്രശ്നമാണ്. അതായത് ഒരു പട്ടണം, ഒരു സിറ്റി, ഒരു ടൗൺ ഒരു സിറ്റി ആകുന്നു, ഒരു സിറ്റി ഒരു മെട്രോപോളിസ് ആകുന്നു. ഇതൊരു ട്രാൻസിഷനാണ്. ഈ ഓരോ ട്രാൻസിഷനും ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കും സർക്കാരിനും പ്ലാനേഴ്സിനും എല്ലാം ഒരു ചാലഞ്ചാണ്. കാരണം നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മൾ പൊളിച്ച് പണിയേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തിനെ എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്? തിരുവനന്തപുരത്തിൻ്റെ കോമ്പറ്റീറ്റർ ആരാണ്? ഒരു സിറ്റിയുടെ കോമ്പറ്റീറ്റർ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കൊച്ചിയുടെ അടുത്തൊക്കെ നോക്കുന്നത്. നമ്മൾ പറയേണ്ടത് എന്താണ്? തിരുവനന്തപുരത്തിൻ്റെ കോമ്പറ്റീറ്റർ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് മറ്റുള്ള സ്റ്റേറ്റ് ക്യാപിറ്റൽ റീജൻസുമായിട്ടാണ്. അത് എങ്ങനെയാണ് ചെന്നൈ വളരുന്നത്, അല്ലെങ്കിൽ ബാംഗ്ലൂർ എങ്ങനെ വളരുന്നു, ആ രീതിയിലുള്ള വളർച്ച തിരുവനന്തപുരത്തിന് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാനും ഒരു ആസ്പിറേഷണലായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഈ ഔട്ടർ ഗ്രോത്ത് കോറിഡോറിനെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രയോജനം എന്ത് എന്ന ചോദ്യം പല വേദികളിലും നമ്മൾ കേൾക്കാറുണ്ട്. കാരണം വിഴിഞ്ഞം പദ്ധതി ശ്രീ പ്രദീപ് പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ പദ്ധതിയാണ്. ഒരു രാജ്യത്തിൻ്റെ സകല എക്സ്പോർട്ടുകളും കേന്ദ്രീകരിക്കാൻ പോകുന്ന ഡീപ് സീ പോർട്ടാണ്. അതുകൊണ്ട് നാടിനെന്താ ഗുണം? ഇവിടുത്തെ ആൾക്കാർക്ക് എങ്ങനെ തൊഴിൽ കിട്ടും? പോരാത്തതിന് വിഴിഞ്ഞം പറയുന്നത് എന്താണ്? ആൾക്കാരില്ലാതെ, തൊഴിലാളികളില്ലാതെ നടത്തുന്ന ഒരു പോർട്ടാണത്. അപ്പോൾ നമ്മുടെ കൺവെൻഷനലായ രീതിയിൽ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? ഒരു പോർട്ട് വന്നാൽ എന്തെല്ലാം തൊഴിൽ സാധ്യതകളുണ്ടെന്നാണ്. ഇവിടെ ആ പോർട്ട് കാരണമല്ല തൊഴിൽ, ആ പോർട്ടിലൂടെ ഉണ്ടാകുന്ന സാധ്യതകൾ ഉപയോഗിക്കുമ്പോഴാണ് തൊഴിലുണ്ടാകുന്നത്. അത് ഹയർ ഒരു ആ വാല്യൂ ചെയിനിൻ്റെ മുകളിലോട്ടാണ്. സാധാരണ അൺസ്കിൽഡ് ലേബറിന് പകരം ഹയർ സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സ് വരുന്നു. അതിന് ഇപ്പോൾ ലോജിസ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞു, വെയർ ഹൗസിങ്ങിനെ കുറിച്ച് പറഞ്ഞു,
ഹൈടെക് അസംബ്ലി ഇൻഡസ്ട്രി വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സ്വകാര്യ മേഖലയുടെ ഒരു വിസ്ഫോടനം തന്നെ, സ്വകാര്യ മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു എക്സ്പ്ലോഷൻ ഓഫ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതാണ് ഞാൻ സ്വപ്നം കാണുന്ന ഇത്. അതിൻ്റെ ജോഗ്രാഫിക്കൽ ലൊക്കേഷനാണ് ഞാൻ ഈ പറയുന്ന ഔട്ടർ ഗ്രോത്ത് കോറിഡോർ. കാരണം അതിൽ നിന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആർട്ടീരിയൽ റോഡ്സിലൂടെയൊക്കെയാണ് ഇനി വളർച്ച വരാൻ പോകുന്നത്. ഈ ടൂറിസം മേഖല ഒരുപാട് കാലം കൈകാര്യം ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഇവരുടെ രണ്ടാം ഘട്ടം വരുമ്പോഴത്തേക്ക് ഈ ക്രൂസ് ടെർമിനൽ പോലുള്ള കാര്യങ്ങൾ വന്നാൽ അത് കേരളത്തിൻ്റെ ടൂറിസത്തെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നുള്ളത് അതുകൂടെ ഒന്ന് പറയാമോ? കാരണം എന്തായാലും ഇന്നലെ യാദൃശ്ചികമായിട്ട് പറയുകയാണ്, അതായത് ഇന്നലെ ഇവിടുത്തെ ഹോട്ടേലിയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിലൊരു ചർച്ചയ്ക്ക് ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ എല്ലാവരുടെയും ഒരു പ്രയാസം പറഞ്ഞത് നമ്മുടെ തെക്കൻ കേരളത്തിലേക്കുള്ള ടൂറിസത്തിൻ്റെ വളർച്ച താണുകൊണ്ടിരിക്കുകയാണ്, മധ്യ കേരളത്തിൽ ടൂറിസം വർദ്ധിക്കുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ. ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ കാണുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഈ നമ്മുടെ ആക്സസിബിലിറ്റിയുടെ ഒരു വലിയ പ്രശ്നം നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിരുന്നു. അതെല്ലാം ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഒരു ഭാഗത്ത് കൂടുതൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എയർപോർട്ട് മാനേജ്മെൻറ്റ് വരുന്നു, അപ്പോൾ കൂടുതൽ സർവീസസ് വന്നുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് സർഫസ് ട്രാൻസ്പോർട്ട് വലിയ രീതിയിൽ ട്രാൻസ്ഫോംഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഞാൻ കാണുന്നത് ടൂറിസത്തിൽ വെറും തിരുവനന്തപുരവും കോവളവുമല്ല, മറിച്ച് ഈ റീജിയൻ മൊത്തത്തിൽ സർവീസ് ചെയ്യുന്ന തരത്തിലാണ്. ഇപ്പോൾ കന്യാകുമാരി, നമ്മൾ പറയാറുണ്ട് പണ്ടേ കന്യാകുമാരിയിലേക്ക് പോകുന്നത് തിരുവനന്തപുരത്താണ് വരിക. എന്തൊരു ദുഷ്കരമായ യാത്രയാണ്. പക്ഷേ ഒരു 40-45 മിനിറ്റ് കൊണ്ട് കന്യാകുമാരി പോകുന്ന ഒരു സമയം ആലോചിച്ച് നോക്കുക. കന്യാകുമാരി മാത്രമല്ല, കന്യാകുമാരി ജില്ല എന്ന് പറയുന്നത് വളരെ വളരെയധികം ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ളതാണ്. കൊല്ലത്തിൻ്റെ ടൂറിസം പൊട്ടൻഷ്യൽ, ഇതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ടൂറിസം ഓഫറിങ് ഈ റീജിയന്, തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ റീജിയന് സമ്മാനിക്കാൻ സാധിക്കും, ടൂറിസം ലോകത്തിന് സമ്മാനിക്കാൻ സാധിക്കും. ക്രൂസ് ടെർമിനൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ്. ഇപ്പോൾ പൊതുവേ നമ്മൾ പറയാറുണ്ട് ഇന്ത്യയിൽ തന്നെ ക്രൂസിങ് ഒരു ശൈശവഘട്ടത്തിലാണ്. നമ്മളിപ്പോൾ മറ്റുള്ള പോർട്സിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആകെപ്പാടെ കൊച്ചിയിൽ വരുന്നത് 40 ക്രൂസ് ഷിപ്സാണ്. 40-ന് പകരം ക്രൂസ് ഷിപ്സ് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. 100-ൽ മുകളിൽ ക്രൂസ് ഷിപ്സ് വിഴിഞ്ഞത്തിൽ അടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇന്നിപ്പോൾ ഒരു അത്തരത്തിലുള്ളൊരു ക്രൂസ് ഷിപ്പ് വന്നു കഴിഞ്ഞാൽ വാർത്തയാണ്, പിന്നീട് അത് അല്ലാതെ. ഓക്കെ, ഈയടുത്ത് ശ്രീ പ്രദീപ് ജയരാമൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വളരെ പോസിറ്റീവായ ഒരു സമീപനം. ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൺ എന്നുള്ള ഒരു, I think you had spoken somewhere, ask and it shall be given. I mean, were you surprised with this attitude? Because what people hear about Kerala is perhaps not that, but we are actually not that way. Maybe I'll crack a joke, but might not be true. But when I was asked to go here, so one side I was happy that I was coming down south. I've never worked in south. I'm a South Indian, and I was happy that I'll eat rice. But the second side, I was also thinking that is this a punishment transfer for me, right? So in government parlance, they do that word, right? But it has been very, very pleasant. So what we have achieved in the last 1 year, we wouldn't have had that happen without the full cooperation of almost everybody. Significant from the political leadership, from the officers. Sir played a very, very important role. TCCI is there, right, from the industry colleagues, the society at large, the people and their perception, right? So the community that is around, and super big thank you to the media, right? So I said this also in the Virinjam conclave. The coverage that Virinjam port got in the last 1 year when we did a scientific measurement, no other port in the country got that. And it was almost all of it is positive, right? So everybody kept us in the limelight, and all of us, worked together as a team. Everybody did support. So that's why I could openly say that the perception and the reality are two different things. It is changing. Could this have happened earlier? Maybe yes. Can this be done differently? Maybe yes. But this is a learning. So I actually say when people ask me, I said it is a learning for both the sides, the business to deal with
a state which was slightly different compared to the other one. So I can't say whether it is right or not wrong, because I also need to learn how to work with them. Similarly, for the state also, if it's a larger, because I hear is the largest private sector investment so far, and we will become the largest any infrastructure investment so far in once we finish the all other phases. But it is also for them to understand how to work with that. I think things are going in the right direction. See, actually, we people have been really concerned about on the lighter side. അതായത് ഈ അദാനി എന്ന് കേട്ട് ഇങ്ങനെ ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. You know what happened? എല്ലാവരുടെയും മനസ്സിൽ ഈ അദാനി എന്തോ ഇങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ പത്രത്തിൽ ഒരു സിനിമ വന്നു, ഹമാരി അധൂരി കഹാനി. അത് മലയാളത്തിൽ ഒരു പത്രത്തിൽ അടിച്ചു വന്നപ്പോൾ ഹമാരി അദാനി കഹാനി എന്നായി പോയി. അത്രയേറെ നമ്മൾ മനസ്സിൽ പേറിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. എന്തായാലും ഈ ഇങ്ങനെ ഇപ്പോൾ ഇദ്ദേഹം എൻ്റെ അടുത്തിരുന്നിട്ട് നേരത്തെ പറഞ്ഞു ഈ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു, പക്ഷേ ഒരു അഭ്യർത്ഥനയുണ്ട്, അതിനെക്കുറിച്ചുകൂടെ അല്പം ഒന്ന് പറയണം. കാരണം ഇത് കൊണ്ടുവരാൻ പോകുന്ന റിയൽ എസ്റ്റേറ്റ് ബൂം നമുക്ക് ഇപ്പോൾ ഡോക്ടർ വേണു പറഞ്ഞ പോലെ ടൂറിസം ഒരുപാട് വളരാനിരിക്കുന്നു. യു നീഡ് എ ലോട്ട് ഓഫ് ഹോട്ടൽസ്. ഇതിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2010 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ ആണ് നമ്മുടെ ഒരു ദരിദ്രവാസം നമുക്ക് ബോധ്യപ്പെടുന്നത്. വേറൊന്നുമല്ല, ഒരു 100 ഇന്നോവ തികച്ചെടുക്കാനില്ലാത്തൊരു നഗരമായിരുന്നു അത്. വി ഹാഡ് ഡെലിഗേറ്റ്സ് ലൈക്ക് 5,000 ഡെലിഗേറ്റ്സ്. ഇത്രയും പേരെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഹോട്ടൽസ് തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നു. 2603 റൂമായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് വിഴിഞ്ഞം പോലൊരു സംവിധാനം വരുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഹോട്ടൽ ഫെസിലിറ്റീസ് ആണെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സൗകര്യങ്ങൾ മാറേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാളത്തെ തിരുവനന്തപുരം വേറൊരു ലെവലായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. അതേക്കുറിച്ച് ഒരു റിയൽ എസ്റ്റേറ്റ് പോയിന്റ് ഓഫ് വ്യൂ അല്പം ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. റിയൽ എസ്റ്റേറ്റ് പോയിന്റ് ഓഫ് വ്യൂ പറയുവാണെങ്കിൽ എനിക്ക് 1957 ലാൻഡ് റിഫോംസ് തൊട്ട് പറയണം. ഇന്ത്യയിൽ കേരളം മാത്രമേ ഒരു സ്റ്റേറ്റേ ഉള്ളൂ ആ 15 ഏക്കറിൽ കൂടുതൽ ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ ഒക്കാത്തത്. പക്ഷേ അതിൻ്റെ പോസിറ്റീവ് സൈഡ് വാസ് ദ റിച്ച് ആൻഡ് പുവറിൻ്റെ ഡിവൈഡേഴ്സ് കം ഡൗൺ. പിന്നെ ലോട്ട് ഓഫ് പീപ്പിൾ എംപവേർഡ് വിത്ത് ലാൻഡ് ആൻഡ് റിസോഴ്സസ്. അത് കാരണം വാട്ട് ഈസ് റിയലി ഹാപ്പൻ ടു ദ പ്ലസ് സൈഡ് ഇസ് കേരളത്തിലെ ലിറ്ററസി കൂടി, രണ്ടാമത് റിച്ച് പുവർ ഡിവൈഡ് കൂടി. ബട്ട് ദ നെഗറ്റീവ് സൈഡ് ഇസ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് നോക്കുമ്പം ഇപ്പം നിങ്ങൾ കർണാടകത്തിൽ ചെന്നാലോ തമിഴ്നാട് ചെന്നാലോ, കർണാടകത്തിൽ ഐ ബിലീവ് ഇറ്റ് ഇസ് 120 ഏക്കേഴ്സ് എന്ന് തോന്നുന്നു മിനിമം അല്ല മാക്സിമം ഹോൾഡിങ്. ഇപ്പം വിഴിഞ്ഞത്തേക്ക് വന്ന് ഇഫ് ഐ ഇൻവെസ്റ്റ്, ഇഫ് മൈ ഇൻറ്റൻഷൻ ഇസ് ടു ഇൻവെസ്റ്റ് ഇൻ വെയർ ഹൗസിങ്, you cannot hold more than 50 acres put all together in my company. I may have 2 acres in Trivandrum city, I may have 2 acres somewhere else. So my holding capacity is limited unless I find another company and another means of capital to that company. So that is one thing which the government has to really look at. Number 2 is labor laws. Unless a special economic zone is put up, because student housing, real estate is also part of real estate. Warehousing is also part of real estate. Now the new terms are co-sharing, co-owning. So many things are there. It's all part of real estate now. Now, another very concerning factor regarding land, which I want to bring to the notice of, especially the former Chief Secretary. His wife is the present Chief Secretary. Now, see this ecologically fragile zone. Just because an ecologist, a team of ecologists going and checking a zone and declaring a zone as an ecologically fragile zone, to me it looks ridiculous. Similar to this, as CR said, okay, we have not moved an inch. Kerala. You go to Gujarat, I am there, Reku is also there, part of the National Governing Council. See, although we have only 590 kilometers of coastline, Andhra has more than 1,000 kilometers. Gujarat, Maharashtra is much longer coastlines. But we are the parties who are really affected, because you see these 5 massive apartment projects which were officially given approval, were finally raised to the ground. So my point, I have been always asking, and rightly so, everybody in private agrees that CRZ is a flawed legislation. Everybody, a lot of people agree with me that environmentally fragile, that is again a very flawed legislation, for the fact that when we travel abroad, you go to Switzerland, where you have just mountain, most of the places in maybe 50% it's mountains and valleys. What they have done over maybe 150 years or 200 years back,
They cut what you call tunnels and put bridges, and these are all great tourist attractions in Switzerland, and more than, of course, the ice, the Alps, and everything else. So I would definitely say geotechnical studies, that kind of studies involving engineers and people who are technical experts it should be much larger studies that should happen, so that the true potential of Kerala as a state where, see, you have the beaches and the mountains at close vicinity. There are very few countries or maybe tourist destinations. Now Dr. Venu can throw more light than me. Like, there are very few destinations in the world where you have the beaches and the mountains at so close range. So if tourism has to happen, you need what you call some liberation out of your CR set, where rightly so we have to raise a voice. We should not be muted community when these matters are put across. Then the other side is the ecologically fragile. What is ecologically fragile? See, if you look at Venice, I think most of you would have visited Venice. Venice is today one of the most visited landmarks in the world. Maybe 300 years back, Venice was a marshy land. They have developed it. It's a question of human ingenuity, where Venice is now one of the most beautiful places on earth. Where, you know, for those who have visited now, even we say that Alleppey is the Venice of the Orient. But there's no comparison what Venice is and what Alleppey is. So you're trying to say that we need to look at international models? What I am trying to say is there has to be a government stakeholder consultation. So when I say stakeholder, it should include trade, industry, and of course the society at large. Of course, tourism is also part of the industry. So unless we are in a position where there is no trust deficit between the government and the stakeholders, I think in the next maybe 10-15 years, Trivandrum could be one of the most sought after destination for tourism as well. ഓക്കെ, പൊതുവിൽ പറയാറുണ്ട് ഏത് നഗരവും ഡെവലപ്ഡ് എന്ന് പറയണമെങ്കിൽ അവിടുത്തെ മനുഷ്യർക്കുള്ള ഡെവലപ്മെൻ്റ് വേണം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഐ തിങ്ക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് is very important for every city, and I understand that in the area of maritime logistics and other things, some efforts are being taken to ensure that people are given adequate training in these areas, because it's going to open up a large pool of employment for people in Trivandrum. So I think that area, maybe you can throw light on it. First, I just want to tell you that the port is, there is going to be short-term, medium-term, and long-term impact economically and from the commercialization perspective. The immediate needs will be on, warehousing, fulfillment centers, logistics parks, and related activities. The next will start coming certain kind of an industries which is more, export focused, right? You import raw materials, you finish the manufactured goods. It can be electronics, it can be chemicals, and so on. And then comes the larger scheme of things where you can really turn it around. Given an example that iPhone for export is manufactured in Bangalore and Chennai, there is no brain that that can be done here, right? So and I had been to Dell factory in near, it's a highway between Chennai and Bangalore. The first 5 parts, this is about a 12-step process to assemble a laptop. The first 4 is getting, or 5 is getting done in Malaysia, and then it ships to Chennai, and then they do the remaining 5 to 12 or 6 to 12 steps. All that is straightforward, no brainer, right? So what I'm just trying to say is the skill set that is going to be needed is going to be quite vast, and we should not restrict ourselves from the mindset of I need logistics people, right? So I always give this example: you keep your mind open, and then the opportunities that we can see is quite a bit. And I'm repeating the example I always give, that if you go to Mundra, which is near Pakistan border in a desert, you can see a Britannia factory, and you will be really, really surprised what is Britannia doing here. So they import fantastic ingredients through the ship. They make the best quality biscuits that goes to Europe and US. So that is what it is, and it doesn't need a land. It's something like this, where that building is there on top.
only that much size, at fairly good factory, and they do that work, right? So just telling you that what kind of a skill set is needed, right? From the other side, what we are doing, at least in the short term, Adani has actually partnered with the government through the skill park. We are coming out with some courses. KMB is actually now rejuvenating their training centers. We are working closely with them. The DG Shipping, because India also has larger aspirations in the maritime sector, so they are also coming out with specific courses and infrastructure facilities. And we need to also start tapping some of these people, because they have a lot of money which the KMB can actually use. That's why I'm just saying we need to keep our eyes, ears open. And we are working with a lot of colleges and other people closely in terms of what is that we will look at in the next 3, 5, 10 years, and then have courses that are maybe fine-tuned. I'm talking to a few universities. I spend a lot of time. So it's government, private sector. It can be Adani, it can be the maritime boards, central government. Everybody is shaking their hands together. But what I'm just trying to tell is, just don't say that maritime logistics. This is what is needed. The world is going to be much bigger and brighter for Trivandrum. Okay. Energy requirements of Trivandrum would also be considered in every discussion about tomorrow's Trivandrum. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഈ പലരും തിരുവനന്തപുരം എന്തുകൊണ്ട് ഒരു ഇലക്ട്രിക് വാഹന ഹബ്ബാക്കി മാറ്റിക്കൂടാ, പിന്നീട് എന്തുകൊണ്ട് ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാണ ഹബ്ബാക്കി മാറ്റിക്കൂടാ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് ആശയങ്ങൾ പലരും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം ഇങ്ങനത്തെ ഒരു വികസനം വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങളിലൂടെ, ലൈക്ക് യു സെഡ്, ലെറ്റ്സ് കീപ്പ് എ മൈൻഡ് ഓപ്പൺ ടുവേർഡ്സ് ദോസ് തിങ്സ്. ഈ ഒരു മേഖലയിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഡോക്ടർ വേണു? അതിനെക്കുറിച്ച് എന്തെങ്കിലും തോന്നുന്നുണ്ടോ, ഒരു സാധ്യത തോന്നുന്നുണ്ടോ? അല്ല, വ്യവസായ മേഖലയെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് എനിക്ക് 1-2 മറ്റു കാര്യങ്ങളും കൂടി പറയണം താല്പര്യമുണ്ട്. പക്ഷേ വ്യവസായ മേഖലയുടെ കാര്യത്തിൽ ശ്രീ പ്രദീപ് പറഞ്ഞതിന് ഞാൻ അടിവരയിടുകയാണ്. അതായത് നമ്മൾ ഇതുവരെ നമ്മുടെ വ്യവസായ വികസനത്തിൻ്റെ അല്ലെങ്കിൽ വ്യവസായ മുരടിപ്പിൻ്റെ ഒരു പ്രധാന കാരണമായി നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ സ്ഥലലഭ്യതയുടെ പ്രശ്നമാണ്. ഈ സ്ഥലലഭ്യതയുടെ ആ ഒരു മിത്താണ് അദ്ദേഹം പൊളിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പ്രത്യേകിച്ചും ഒരു പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രീസ് വരിക എന്ന് പറയുന്നതിൽ സ്ഥലത്തിൻ്റെ ദൗർലഭ്യം ഒരു നെഗറ്റീവ് അല്ല, അങ്ങനെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ആ ഒരു വലിയ ഹ്യൂജ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനാണ് സ്ഥലത്തിൻ്റെ ആവശ്യമുള്ളത്. ഇപ്പോൾ വെർട്ടിക്കൽ ആവാം. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഇത് CKD ആയിട്ട് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ ആയിട്ട് വരുന്നു, പാർഷ്യലി നോക്ക് ഡൗൺ ആയിട്ട് വരുന്നു, അസംബ്ലിംഗ് സിസ്റ്റംസ് വരുന്നു. ഇന്ന് ലോകം ഒരു കംപ്ലീറ്റ്ലി ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരു കമ്പോണൻറ്റ് ഒരു രാജ്യത്ത് ഒരു ഭൂഖണ്ഡത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ കമ്പോണൻറ്റും അതിൻ്റെ അടുത്ത കമ്പോണൻറ്റും കൂടി മൂന്നാമതൊരു സ്ഥലത്ത് പോയിട്ടാണ് അസംബിൾഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന ഒരു വിശ്വാസവും ഒരു കോൺഫിഡൻസും നമുക്കുണ്ടാവണം. നമുക്കിതിന് മുൻപുള്ളൊരു പ്രശ്നം, വി ഹാവ് എ ക്രൈസിസ് ഓഫ് കോൺഫിഡൻസ്. കേരളത്തിൽ വ്യവസായം വരില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കേരളത്തിൽ വ്യവസായങ്ങളേ ഇനി വരാൻ പോവുകയാണ്, അത് സംശയമൊന്നുമില്ല എനിക്ക്. രണ്ടാമത്തെ പോയിൻറ്റും പ്രധാനമാണ്. അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി ചെറുതായിട്ടൊന്ന് അതിൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. ലേബറിനെ കുറിച്ചിട്ടുള്ള ഈ തിരുവനന്തപുരം നമ്മുടെ ഈ സിറ്റി ഒരു എക്കണോമിക് സോണും ഇല്ലാതെ തന്നെ നമ്മുടെ IT ഇൻഡസ്ട്രി ഈ സമരങ്ങൾ കാണാതെ, തൊഴിൽ പ്രശ്നങ്ങളില്ലാതെ കേരളത്തിനും ഇന്ത്യക്കും ഒരു മാതൃകയായില്ലേ? ഇന്നിപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി അതല്ലേ? ഇത് സർക്കാരുകൾ നിന്നതുകൊണ്ടാണോ? സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉള്ളതുകൊണ്ടാണോ? ലേബർ ലീഡേഴ്സിനെ ജയിലിലിട്ടതുകൊണ്ടാണോ? ഒന്നുമല്ല. നമ്മളെല്ലാവരും മാറുന്നു, നമ്മുടെ തൊഴിൽ സംസ്കാരം മാറുന്നു. അതിനുള്ള ഉത്തമ ഉദാഹരണം ഈ പട്ടണത്തിലുള്ളപ്പോൾ പോലും നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല. നമ്മൾ മാറിയോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു ഹൈലി ട്രെയിൻഡ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ശക്തിയാണ്, ഒരു ദൗർബല്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്നൊരു സമയമുണ്ട്. നേരത്തെ നമുക്കൊരു വലിയ നമ്മളെക്കുറിച്ചിട്ടുള്ളൊരു പെർസെപ്ഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പെർസെപ്ഷനിൽ പല കാര്യങ്ങളും അതിലൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ. ആ പ്രശ്നങ്ങളെല്ലാം 10-20 വർഷം മുൻപത്തേതാണ് എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇന്നിപ്പോൾ ആ പെർസെപ്ഷൻസ് എല്ലാം മാറിക്കൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജിങ്ങും ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു ബ്രാൻഡിങ്ങും നമ്മുടെ സംസ്ഥാനത്തിനുടനീളം ലഭിക്കുന്നു. അതിൻ്റെ പ്രയോജനം തിരുവനന്തപുരത്തിന് ലഭിക്കുമെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. മറ്റൊരു 2 കാര്യങ്ങളും കൂടി, അതായത് തിരുവനന്തപുരം എല്ലാം അദാനിയുടേതാണ് അല്ലെങ്കിൽ അദാനിയിലൂടെയാണ്
എന്ന് വിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. രണ്ടാമത്തെ ഒരു പോയിന്റ് പറയുകയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്ന വീണ്ടും ഇതൊക്കെ ഒരു ട്രാൻസിഷൻ്റെ ഒരു സമയമാണ്. താമസിയാതെ തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള പോളിസി മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പത്രങ്ങളിലൊക്കെ വന്നു. അപ്പോൾ അങ്ങനെയുള്ള, അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുതിയ പ്ലെയേഴ്സ് വരണം, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരണം, പുതിയ രീതിയിലുള്ള സമീപനങ്ങൾ വരാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറുന്ന പ്രദേശം ഏതാണ്? നിസ്സംശയം പറയാൻ സാധിക്കും, അത് തിരുവനന്തപുരമാണ്. കാരണം എത്രയോ വർഷം, അത് പറയാൻ പറ്റില്ലല്ലോ, അത് ഈ പോളിസി തീരുമാനം വരേണ്ടതാണ്. പക്ഷേ താമസം വരില്ല എന്നുള്ള ശക്തമായിട്ടുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ പറയുന്നത് എന്താണ്, നേരത്തെ വീണ്ടും ശ്രീകൃഷ്ണകുമാർ പറഞ്ഞു, അതായത് 50-60 വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട്, വിദ്യാഭ്യാസ പാരമ്പര്യമാണുള്ളത്. ഇത് എന്താണ്, 100 കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലുള്ള എൻ്റെ മാതാവ് പഠിച്ചത് എന്ന് പഠിച്ചു, അതായത് 50കളിൽ ഇവിടെ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള കഥകൾ നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാരിവിടെ വന്ന് വിദ്യാഭ്യാസത്തിനായി താമസിച്ചു. അങ്ങനെ കുട്ടികൾ പഠിക്കുന്നു, പല രാജ്യങ്ങളിലേക്ക് പോകുന്നു, പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വളക്കൂറുള്ള മണ്ണ് ഇവിടെയാണ്. അതിൻ്റെ റിസോഴ്സസ് ഇവിടെ ഉണ്ട്, അതിൻ്റെ ആൾക്കാരുണ്ട്, അതിൻ്റെ പാരമ്പര്യമുണ്ട്. നാളത്തെ വിദ്യാഭ്യാസം കേരളത്തിലെ മാറി മറിയാൻ പോകുന്ന ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ആ മേഖലയിലെ മുന്നേ പറക്കുന്ന പക്ഷിയായി തിരുവനന്തപുരം മാറുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വലിയ വളർച്ചയുണ്ട്. ആ വളർച്ചയുടെ ഭാഗമായിട്ട് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വളർച്ചയുണ്ട്, പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും, മറ്റുള്ള അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അങ്ങനെ ഒരു വലിയ മൈഗ്രേഷൻ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടു ദിസ് റീജിയൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. അതും നാളത്തെ തിരുവനന്തപുരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മറക്കാതെ പോകണ്ട. തീർച്ചയായിട്ടും. ഇനി നമുക്ക് ചില ചോദ്യങ്ങൾ എടുക്കാമെന്ന് തോന്നുന്നു. ഒരു അരമണിക്കൂർ മുമ്പ് അമിതാഖാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു ലേബർ ലോയെക്കുറിച്ച്. 6 മാസത്തിനകം 6 മാസത്തിനകം ലേബർ ലോസിൽ ചേഞ്ചസ് വരും എന്ന് പറഞ്ഞു. സാറിൻ്റെ അടുത്ത് എനിക്ക് പറയുന്നത് താങ്ക് യു സാർ, ഇത്രത്തോളം ട്രിവാൻഡ്രത്തെ സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ഞാനും ട്രിവാൻഡ്രത്താണ് ജനിച്ചു വളർന്നത്. ജീന യഹ മരണ യഹ, ഇത്രേ പറയാനുള്ളൂ സാർ. എനിക്ക് വേണു സാറിൻ്റെ അടുത്ത് പറയാനുള്ളത് സാർ, നമ്മളുടെ കേരള ഗവൺമെൻറ് കൊണ്ടുവരുന്ന നല്ല പരിപാടികൾ രാഷ്ട്രീയ ഇല്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ് സാർ? അത് മാത്രമല്ല, ഈ സർക്കാർ കൊണ്ടുവരുന്ന നല്ല കാര്യങ്ങളെ ഈ സർക്കാരിന് പോലും വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ കഴിയുന്നില്ല. എക്സാമ്പിളായിട്ട് മസാല ബോണ്ട് കൊണ്ടുവന്നത് 6 വർഷത്തിന് മുമ്പേ 4000 കോടിക്കാണ് കൊണ്ടുവന്നതെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇന്നത്തെ ആ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വില 8000 കോടിയുടെ വാല്യൂ ഉണ്ട്. ഇവൻ 9% ഇൻട്രസ്റ്റിനാണെങ്കിൽ പോലും അത് എടുത്തതാണ്. കൊടുത്തു കഴിഞ്ഞാൽ പോലും 6000 കോടിയെ നമുക്ക് കൊടുക്കാനുള്ളൂ. അതിൻ്റെ വാല്യൂ ഇന്ന് 8000 കോടിയാണ്. അതൊന്നും സർക്കാരിന് പറഞ്ഞ്, ഞാൻ ഒരു ഇടതുപക്ഷത്തിൻ്റെ ആളൊന്നുമല്ല, പക്ഷേ ഞാൻ പറയുന്നത് സർക്കാരിന് എന്തുകൊണ്ടാണത് പറഞ്ഞ് പൊതുജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ കഴിയാത്തത്? എനിക്ക് ഈ ട്രാനത്തിന് എനിക്കൊന്നും നമ്മൾ പറയേണ്ട പല കാര്യങ്ങളും ഇതിൽ വന്നിട്ടില്ല. തിരുവനന്തപുരത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ഫ്ലൈറ്റിൻ്റെ എണ്ണം നോക്കിയാൽ 104 ഫ്ലൈറ്റും 10000 പേരാണ് ട്രാവൽ ചെയ്യുന്നത്. 35 ഫ്ലൈറ്റ് കിടന്ന് 5000 പേര് ട്രാവൽ ചെയ്യുന്നത്. സെയിം ടൈം ഇപ്പോൾ പുതിയ 3 ഹോട്ടൽസ് വരുന്നു. ശ്രീ യൂസഫ് അലിയുടെ മാരിയറ്റ് ഹോട്ടൽ ചാക്കയിൽ വരുന്നു. വേൾഡ് ട്രേഡ് സെൻറ്റർ ടെക്നോ പാർക്കിൻ്റെ അകത്ത്, യു നോ അബൌട്ട് ഇറ്റ്. another 5-star hotel is coming in the Techno Park. Techno Park in the അവർ തന്നെ പറയുന്നത് 280 odd companies are in the waiting. So a lot of companies are coming into Trivandrum. That Trivandrum is really, what you said is correct. There is already a trend for Trivandrum, including the railway is doubling their track on the Nargoil side and extending the Vande Bharat from Chennai to Trivandrum. ഇതെല്ലാം നമ്മൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം 32,000 crores വർക്ക് ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ട്. ഞാൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്ന കാര്യമാണ്. സോ വാട്ട് യു ആർ സേയിങ് ഇസ് what Pradeep Jairam is saying, and I think major part was played by you as the Chief Secretary. A lot of things, outer area growth corridor, you cleared it. You all went to Delhi and met Sri Nitin Gadkari and got it cleared. So I am sure that that this 32,000 work completely involved. There are new roads coming. In the budget also, they are talking about new road from Trivandrum, Kollam and Punnur triangle is coming. So what I am saying is more hotels are coming. Sri Yusuf Ali is confirming that he is starting another IT building here. He is starting a logistics in Vizhinjam, and this last time Vizhinjam conclave more than 70 companies were here, and the investors were here. MSC Shipping, more Maersk one. So more things. I am quite sure that a little bit of support from all of you
ഐ എം ക്വൈറ്റ് ഷുവർ വിൽ ബി ഏബിൾ ടു മേക്ക് ട്രിവാൻഡ്രം എ ബെറ്റർ പ്ലേസ്. ഈ ബ്രാൻഡിങ്ങിൻ്റെ കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഈ ബ്രാൻഡിങ് നമ്മളിപ്പോഴും വിഴിഞ്ഞം, ടെക്നോ പാർക്ക്, ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം എന്നുള്ളത് അത് മാറ്റിയെടുക്കണം. താങ്ക് യു. അതായത് ഇപ്പോൾ ഈ ചർച്ച നടന്നപ്പോൾ എല്ലാം ഭാവിയിലെ തിരുവനന്തപുരത്തിനെക്കുറിച്ച് നിങ്ങളെല്ലാം സംസാരിച്ചത് വിഴിഞ്ഞത്തിനെ ബേസ് ചെയ്ത് മാത്രമാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും മെച്ചപ്പെടാത്തതിരിക്കുന്നവർ, ഇപ്പോൾ ഇവിടെ തന്നെ ഒരു വലിയൊരു പരിപാടി നടക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാർ എവിടെ പാർക്ക് ചെയ്യും? പാർക്കിംഗ് ഫെസിലിറ്റീസിൻ്റെ വലിയൊരു പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ഒരു രാവിലെ 9 മണിക്കോ വൈകുന്നേരത്ത് 5 മണിക്കോ 2-3 കിലോമീറ്ററുകളിൽ നിന്ന് വരെ ട്രാഫിക് വരാനാണെങ്കിൽ മണിക്കൂറുകൾ എടുക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇവിടെ വലിയൊരു ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിരുന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടന്നിരുന്നാൽ ഇവിടെ വരുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായും പോകാൻ പറ്റുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പോകാൻ പറ്റുന്ന ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല. ഇവിടെ സ്മാർട്ട് സിറ്റിയുടെ കേന്ദ്രത്തിൽ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഒരു നൈറ്റ് ലൈഫ് കേന്ദ്രമാണ് മാനവീയം. അവിടെ തന്നെ സ്മാർട്ട് സിറ്റിയൊക്കെ ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള സ്ഥാപനങ്ങളെല്ലാം ഒരാഴ്ചയിൽ പല പ്രാവശ്യം പണിമുടക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രാഥമിക സംവിധാനങ്ങളുടെ വികസനം യാഥാർത്ഥ്യമാകാതെ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ഒരു പ്രോജക്റ്റുകളുടെ പിറകെ നടന്നതിന് ശേഷം കാര്യമുണ്ടോ? ഇവിടെ ഒരു മെട്രോ സംവിധാനം, മറ്റ് തലസ്ഥാന സ്ഥലങ്ങളിലെല്ലാം മെട്രോ സംവിധാനങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ ഒരു മെട്രോ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്താണ്? അപ്പോൾ ബേസിക് ആയിട്ടുള്ള പല സംവിധാനങ്ങളെയും ഉണ്ടാക്കുന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളതെന്ന്? ആദ്യം അത് മെട്രോയെ പറ്റി പറഞ്ഞിരുന്നു. സാറ് സ്മാർട്ട് സിറ്റി എന്ന ഒരു പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് പറയാമോ? സ്മാർട്ട് സിറ്റി ഇന്ത്യയിലുടനീളം കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വിഭാവനം ചെയ്ത സ്മാർട്ട് സിറ്റി പദ്ധതി അമൃത് എന്നുള്ള അതിപ്പോൾ അത് പറയേണ്ടത് നമ്മളല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടുന്ന ഒരു വിശദീകരണമാണ്. ഈ ചർച്ചയിൽ അതിൻ്റെ ഒരു നമ്മളതിൻ്റെ ഒരു അതോറിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നതിന് ബുദ്ധിമുട്ട്. 2-3 ചെറിയ കാര്യങ്ങൾ മാത്രം, സമയമില്ലാത്തത് കൊണ്ട്. ഒന്ന്, അങ്ങ് പറഞ്ഞതിന് ഞാൻ പാർഷ്യലി അഗ്രി ചെയ്യുന്നു. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടാവാം. പല കാര്യങ്ങളും നടന്നു വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ ഒരു പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പരാജയപ്പെട്ടിട്ടുണ്ടാവാം. പിന്നെ അങ്ങ് പറഞ്ഞൊരു പ്രശ്നം നമ്മൾ നിരന്തരമായി കൈകാര്യം ചെയ്യേണ്ട പ്രശ്നങ്ങളാണ് അങ്ങ് പറയുന്നത്. നമ്മുടെ ഈ ചർച്ച അങ്ങോട്ടല്ലല്ലോ പോകേണ്ടത്. ചർച്ച നമ്മൾ നാളത്തേക്ക് എന്തൊക്കെയാണ് കാണേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊരു ഭാവനയാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ. നമ്മുടെ ഈ ദൈനംദിന പ്രശ്നങ്ങളിൽ മാത്രം നമ്മൾ കിടന്നാൽ നമ്മുടെ നാളത്തേക്കുള്ള ചർച്ചകളോ നാളത്തേക്കുള്ള ഭാവനാപൂർണമായ ആസൂത്രണങ്ങളോ നടക്കില്ല. രണ്ടും നടക്കണം. പക്ഷേ ഒന്ന് കഴിഞ്ഞേ മറ്റൊരു ചെയ്യാൻ പാടുള്ളൂ എന്ന് ശഠിക്കാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ചോദ്യമായിട്ടല്ലെങ്കിലും ശ്രീ രഘുചന്ദ്രൻ നായർ പറഞ്ഞു തരുന്ന നമ്മുടെ ഇവിടെ ഇരിക്കുന്ന താല്പര്യമുള്ളവർ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എത്രയോ മുൻപ് തന്നെ സ്വകാര്യ മേഖല അവരുടെ ആക്ഷൻസിലൂടെ തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഭാവി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരാതികൾക്കൊന്നും അവർക്ക് നേരമില്ല, ഈ പ്രശ്നങ്ങൾക്ക് നേരമില്ല. അവർക്ക് ഇതിൻ്റെ സാധ്യതകൾ നന്നായിട്ട് അറിയാം. പുതിയ ഹോട്ടലുകളാകട്ടെ, ലോജിസ്റ്റിക്സ് പാർക്സ് ആവട്ടെ, IT-ക്കുള്ള സ്പേസുകളാകട്ടെ, സ്വകാര്യ മേഖല ഇതുമായി മുന്നോട്ട് ഓടുകയാണ്. അതിൻ്റെ കൂടെ നിൽക്കണം. സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ, പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നു. പക്ഷേ the ball is in the private sector court, and I think the private sector is answering this call through its investments എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോട് 100% യോജിക്കുകയാണ്. ആസ് എ ഫോമർ ചീഫ് സെക്രട്ടറി ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കും. ഇതിനൊരു നോഡൽ ഏജൻസി ടു കോർഡിനേറ്റ് ദ എൻറ്റയർ എഫേർട്സ് ഓഫ് മേ ബി അടുത്ത 5-10 വർഷങ്ങളിൽ ഒരു നോഡൽ ഏജൻസി വിത്ത് ഗവൺമെൻറ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അങ്ങനെ ഒരു നോഡൽ ഏജൻസിയിലെ ഗ്രേറ്റർ ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ ഒരു അതോറിറ്റി ഉണ്ടാക്കാൻ does the government have any plans for that? ഇപ്പം അനൗൺസ് ചെയ്തു മെട്രോപൊളിറ്റൻ അതോറിറ്റി. Okay, the metropolitan authority was announced 2 days ago. But government and stakeholders അതിൻ്റെ കോൺടോഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ മെട്രോപൊളിറ്റൻ അതോറിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചത് തന്നെ അതൊരു നാഷണൽ ഡയറക്റ്റീവാണ്. അതായത് ഒരു ജില്ല, ഒരു സിറ്റിയല്ല, ഒരു പ്രദേശമല്ല, ഒരു ജില്ലയല്ല. പ്ലാൻ ചെയ്യുമ്പോൾ ഒരു മെട്രോപൊളിറ്റൻ അതോറിറ്റിയുടെ ഏരിയ മുന്നിൽ കണ്ടുകൊണ്ട്, നേരത്തെ പറഞ്ഞല്ലോ ഇൻഫ്രാസ്ട്രക്ചറിലെ പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് പ്രോസസ്സ് ആരംഭിക്കാനും അതിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും കൂടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കാണുന്നത്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അവസാനിക്കാവുന്നതല്ല, പിന്നീട് തുടരാമെന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ വിഴിഞ്ഞത്തെക്കുറിച്ച് പറഞ്ഞു. അത് നാളത്തെ തിരുവനന്തപുരത്തെ എന്താക്കും എന്നതിനെ കുറിച്ച് പറഞ്ഞു. നാളത്തെ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നാളത്തെ കേരളത്തിൻ്റെ
ഒരു റിഫ്ലക്ഷൻ തന്നെയായിരിക്കും. അത് നാളത്തെ ഇന്ത്യയുടെയും ഒരു റിഫ്ലക്ഷൻ തന്നെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇത് കേൾക്കാനെത്തിയ നിങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.